അവളുടെ പേര് ഗായത്രി. ഒരു ദരിദ്ര കുടുംബത്തിലാണ് ജനിച്ചത്. അച്ഛൻ മരിച്ചുപോയി. അമ്മ കാലിനു വയ്യാതെ കിടപ്പിലാണ്. ജീവിക്കാൻ മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാതെ വന്നപ്പോഴാണ് ഗായത്രി പട്ടണത്തിലുള്ള പണക്കാരനായ മാധവൻ നായരുടെ വീട്ടിൽ ജോലിക്ക് വന്നത്. മാധവൻ നായരും ഭാര്യ ലക്ഷ്മിയും മക്കളായ അരുൺ, കിരൺ എന്നിവരായിരുന്നു അവിടെ താമസിച്ചിരുന്നത്. മാധവൻ നായർ സ്നേഹവും കരുണയും ഉള്ള ഒരാളായിരുന്നു. അതേ തനി പകർപ്പ് സ്വഭാവം തന്നെയായിരുന്നു മൂത്ത മകൻ അരുണിനും. എന്നാൽ ഇളയവനായ കിരൺ പണം, അഹങ്കാരം, മദ്യപാനം ഇങ്ങനെയുള്ള ജീവിതമായിരുന്നു നയിച്ചിരുന്നത്. ഗായത്രി ആ വീട്ടിൽ പണിയെടുക്കാൻ തുടങ്ങിയതു മുതൽ തന്നെ കിരണിന്റെ കണ്ണ് അവളിൽ പതിച്ചു. ആദ്യമൊക്കെ ചെറിയ തമാശയായിരുന്നു. പിന്നീട് ചിരിച്ചുകൊണ്ട് മോശം വാക്കുകൾ പറയാൻ തുടങ്ങി. അതെല്ലാം അവൾ സഹിച്ചു, അവഗണിച്ചു നിന്നു. പക്ഷേ കിരൺ അവളെ വിട്ടില്ല. ഒരു ദിവസം കിരൺ അവളോട് പറഞ്ഞു, ഗായത്രി, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. അതിനുള്ള മറുപടി ഗായത്രി അപ്പോൾ തന്നെ കൊടുത്തു. എനിക്ക് അങ്ങനെയൊന്നും വേണ്ട സാർ, ഞാനിവിടെ ജോലിക്ക് വന്നതാണ്. അവളുടെ ആ മറുപടി കിരണിന് അപമാനമായി തോന്നി. അവൻ്റെ ഉള്ളിൽ ഗായത്രിയോട് പകയും വിദ്വേഷവും തോന്നി. അവളെ എങ്ങനെയെങ്കിലും ഒരു രാത്രിയെങ്കിലും സ്വന്തമാക്കണം. ഒരു ദിവസം അച്ഛനും അമ്മയും പുറത്ത് ചെക്കപ്പിന് പോയ സമയം വീട്ടിൽ വേറെ ആരും ഇല്ലാതിരുന്ന തക്കം നോക്കി കിരൺ കിച്ചണിലേക്ക് വന്നു. ഗായത്രി ആ സമയം കുളിക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ അവൻ നാരങ്ങ എടുത്തു 2 ഗ്ലാസ് ജ്യൂസ് അടിച്ചു. അതുമായി ഹാളിലേക്ക് വന്നു. അവൻ കയ്യിലുണ്ടായിരുന്ന ഉറക്ക ഗുളിക പൊടിച്ച് ഒരു ഗ്ലാസ്സിലെ ജ്യൂസിൽ ചേർത്തു. പിന്നെ മരുന്ന് ചേർക്കാത്ത ജ്യൂസ് എടുത്ത് കയ്യിൽ പിടിച്ച് അത് പതുക്കെ കുടിച്ചുകൊണ്ട് സോഫയിൽ ഇരുന്നു. അപ്പോഴാണ് ഗായത്രി കുളി കഴിഞ്ഞ് വന്നത്. ആ, കിരൺ സാർ വന്നോ? സാർ ജ്യൂസ് അടിച്ചോ? അയ്യോ, എന്നോട് പറഞ്ഞാൽ ഞാൻ അടിച്ചു തരുമായിരുന്നല്ലോ. ഹേയ്, അത് സാരമില്ല, ഭയങ്കര ചൂട്. ഈ സമയത്ത് ജ്യൂസ് കുടിക്കുന്നത് നല്ലതല്ലേ? ഞാൻ നോക്കുമ്പോൾ തന്നെ കണ്ടില്ല, അതാണ് ഞാൻ തന്നെ ജ്യൂസ് അടിച്ചത്. പക്ഷേ അളവ് അറിയാത്തത് കൊണ്ട് ജ്യൂസ് കൂടുതലായിപ്പോയി. ഇത് താൻ കുടിച്ചോ? നല്ല ഉന്മേഷം തോന്നും. അയ്യോ, എനിക്ക് വേണ്ട സാർ, ഞാൻ ഇതൊന്നും കഴിക്കാറില്ല. അത് പറഞ്ഞാൽ പറ്റില്ല. ഞാൻ ആദ്യമായിട്ടാണ് ജ്യൂസ് ഉണ്ടാക്കിയത്. അത് എങ്ങനെയുണ്ടെന്ന് കുടിച്ചിട്ട് അഭിപ്രായം പറയാൻ ആരെങ്കിലും വേണ്ടേ? അതുകൊണ്ട് താൻ ഇത് കുടിച്ചേ പറ്റൂ. അവൻ്റെ നിർബന്ധത്തിന് വഴങ്ങി മനസ്സില്ലാ മനസ്സോടെ അവൾ ആ ജ്യൂസ് മുഴുവൻ കുടിച്ചു. അത് കണ്ടപ്പോൾ അവൻ്റെ ചുണ്ടിൽ ഒരു ചെറു പുഞ്ചിരി വിടർന്നു. ഗായത്രി, ഞാൻ റൂമിലേക്ക് പോവാ. റൂമിൽ വെള്ളമില്ല. കുറച്ച് തണുത്ത വെള്ളം കൊണ്ട് റൂമിലേക്ക് വരൂ. ശരി സാറ് പോയിക്കോളൂ, ഞാൻ ഇപ്പോൾ കൊണ്ടുതരാം. റൂമിലെത്തിയ കിരൺ പെട്ടെന്ന് തന്നെ ഫോൺ ക്യാമറ ഓണാക്കി അതാരും കാണാത്ത രീതിയിൽ ഒളിപ്പിച്ചു വെച്ചു. ഗായത്രി വെള്ളവുമായി റൂമിലേക്ക് വന്നു. അപ്പോഴേക്ക് അവളുടെ തലയ്ക്ക് ഉറക്കമരുന്ന് പിടിച്ചിരുന്നു. കുഴഞ്ഞു വീഴാൻ പോയ ഗായത്രിയെ കിരൺ താങ്ങി പിടിച്ച് തൻ്റെ ബെഡിലേക്ക് കിടത്തി. എന്നിട്ട് പൊട്ടിച്ചിരിച്ചു. നിനക്ക് എന്തൊരു അഹങ്കാരമായിരുന്നെടി. എൻ്റെ ഇഷ്ടം പറഞ്ഞപ്പോൾ നിനക്ക് പുച്ഛം. ഒരു പുരുഷന്റെ കരുത്ത് എന്താണെന്ന് ഇന്ന് നീ അറിയാൻ പോവാണ്. ഒരു തരം കാമപരവേശത്തോടെ അവൻ അവളെ വാരിപ്പുണർന്നു. പിന്നെ പതുക്കെ പതുക്കെ അവളുടെ വസ്ത്രങ്ങൾ ഓരോന്നായി അഴിക്കാൻ തുടങ്ങി. അവളുടെ സൗന്ദര്യം അവനെ ഹരം പിടിപ്പിച്ചു. ഒരു രാത്രി കൊണ്ടൊന്നും തനിക്ക് ഈ സൗന്ദര്യം ആസ്വദിച്ചാൽ പോരാ, ഇനിയും വേണം ഒരുപാട് രാത്രികൾ. ലക്ഷ്മി അമ്മയുടെ വിളി കേട്ടാണ് ഗായത്രി കണ്ണു തുറന്നത്. അവൾ കിച്ചണിലെ അവളുടെ റൂമിൽ കിടക്കുമായിരുന്നു. അവൾ പെട്ടെന്ന് ഞെട്ടി ചാടി എഴുന്നേറ്റു. തനിക്ക് എന്താ സംഭവിച്ചത്? ഇപ്പോൾ സമയം എന്തായി? ഒന്നും മനസ്സിലാവുന്നില്ല. താൻ എപ്പോഴാണ് കിടന്നത്? അന്താളിച്ചു നിൽക്കുന്ന ഗായത്രിയെ കണ്ട് ചിരിച്ചുകൊണ്ട് ലക്ഷ്മി അമ്മ ചോദിച്ചു. എന്താ ഗായത്രി, നീ പേടിച്ചു പോയോ? ഞങ്ങൾ ചെക്കപ്പ് കഴിഞ്ഞ് വന്നപ്പോൾ നീ നല്ല ഉറക്കം. കുറച്ച് കിടന്നോട്ടെ എന്ന് ഞാൻ കരുതി. നേരം സന്ധ്യയായി, അതാണ് വിളിച്ചേ. അയ്യോ, രാത്രിയായോ? എനിക്കൊന്നും ഓർമ്മയില്ല. തലയ്ക്ക് എന്തോ ഒരു കനം പോലെ. ശരീരം മുഴുവൻ വേദനിക്കുന്നു.
തന്റെ വസ്ത്രങ്ങൾ സ്ഥാനം തെറ്റിയാണ് ഉടുത്തിരിക്കുന്നത്. അവളുടെ മനസ്സിൽ പെട്ടെന്നൊരു ഞെട്ടൽ. താൻ കിരൺ സാറിന് വെള്ളവുമായി റൂമിൽ പോയതാണ്. പെട്ടെന്ന് താൻ കുഴഞ്ഞു വീഴാൻ പോയതും കിരൺ സാർ തന്നെ താങ്ങി പിടിച്ചതും അവൾക്ക് ഓർമ്മ വന്നു. പിന്നെ തനിക്ക് എന്താണ് സംഭവിച്ചത് ഒന്നും ഓർക്കാൻ പറ്റുന്നില്ല. തലയുടെ മരവിപ്പ് മാറാൻ ഗായത്രി ഒന്നുകൂടെ കുളിച്ചു. രാത്രി അടുക്കള ജോലിയെല്ലാം ഒതുക്കി അവൾ പെട്ടെന്ന് ഉറങ്ങി. അത്രയ്ക്കും ക്ഷീണമുണ്ടായിരുന്നു അവൾക്ക്. പിറ്റേന്ന് രാവിലെ ആരും കാണാതെ കിരൺ ഗായത്രിയുടെ അടുത്തു വന്ന് പതുക്കെ ചോദിച്ചു, എങ്ങനെയുണ്ടെടി നിനക്ക്? ഇന്നലെ നന്നായി സുഖിച്ചു എന്ന് തോന്നുന്നു. ഒരു പുരുഷന്റെ കരുത്ത് എന്താണെന്ന് നീ അറിഞ്ഞില്ലേ? നീ കൊള്ളാമല്ലോടി. പുറമെ കാണുന്ന പോലെയല്ല, നല്ലൊരു ചരക്കാണ് നീ. എനിക്ക് വല്ലാണ്ടങ്ങ് ഇഷ്ടായി. ഗായത്രി ഞെട്ടിത്തരിച്ചു നിന്നു. സാർ എന്താണ് പറയുന്നത്? അയ്യോടി, നിനക്കൊന്നും ഓർമ്മയില്ലേ? എന്നാ ഇത് കണ്ടു നോക്ക്. അവൻ തന്റെ ഫോണിലെ വീഡിയോ അവളെ കാണിച്ചു. അവളുടെ തല കറങ്ങുന്ന പോലെ തോന്നി.